കാർ ക്ലിനിക് കിളിയന്തരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഏകദേശം 10 വർഷത്തോളമായിട്ട് സ്റ്റാർട്ടാക്കാതെ ഇരിക്കുന്ന ഈ മോഡലിനെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഇപ്പം നമ്മൾ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സാധനം മിസ്സിംഗ് ഉണ്ട്. ബാറ്ററി വയർ കാര്യങ്ങൾ എല്ലാം മിസ്സിംഗ് ആണ്. അന്നേരം അതെടുക്കാൻ വേണ്ടി പോകണം. അന്നേരം ബാക്കിയുള്ള വർക്ക് ചെയ്തുകൊണ്ട് തുടങ്ങുവാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ എണ്ണയുടെ ലൈന് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അന്നേരം നമുക്ക് എല്ലാം ചെക്ക് ചെയ്യുന്ന കടമയിലേക്ക് ആദ്യം നമുക്ക് നോക്കാം. അന്നേരം നമ്മൾ ആദ്യം ഡീസലെല്ലാം ഉണ്ട്. ഡീസലിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം നോക്കാം, ലൈനും കാര്യങ്ങളും നോക്കാം. ഫുള്ള് വർഷങ്ങളായതുകൊണ്ട് തന്നെ ഫുള്ള് കച്ചറയും കാര്യങ്ങളുമാണ് ഡീസലിൻ്റെ. ഫുള്ള് ഇതായിപ്പോയി കേട്ടോ, വെള്ളം കയറിപ്പോയി കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യമാണ് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉൾവശമാകും. അന്നേരം നമ്മളിന്ന് ഏകദേശം 4-5 പേരുണ്ട്. പ്രധാവട്ടം എല്ലാ വട്ടം നമ്മൾ ഇപ്പം പോകുന്ന പോലെ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് പോകുന്ന പോലെ പ്രതാപേട്ടൻ, അജിത്ത്, അങ്ങനെ ജിബിന്, സമീർ എല്ലാം ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നതെല്ലാം നമ്മുടെ സോണിച്ചേട്ടനാണ്. അന്നേരം സോണിച്ചേട്ടനാണ് ഇന്ന് നമ്മുടെ ക്യാമറമാന്. സമീർ മൈക്ക് കൊണ്ട് പുറകെ ഉണ്ട്. അന്നേരം നമുക്ക് ബാക്കി ഇപ്പം വയറിങ് കുറച്ച് ബാറ്ററിയുടെ ഇപ്പം വയറ് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പം മിസ്സിംഗ് ആണ്. അതായത് ബാറ്ററി നേരത്തെ പോയത് കൊണ്ട് തന്നെ നേരത്തെ ഊരി വെച്ചപ്പം വയറ് കാര്യം മിസ്സിംഗ് ആണ്. അന്നേരം ഇത് നമ്മൾ കറക്റ്റ് ടൈറ്റ് അല്ലെങ്കിൽ ആ ബാറ്ററി കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ആ ബസ്സിന്റെ വെള്ളം പോയിട്ട് എടുത്തിട്ട് വന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. അന്നേരം ആദ്യം നമ്മൾ വന്നു ഒന്ന് ടെസ്റ്റ് അടിക്കുന്ന രീതിയിലെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. അതാണ് ഡീസൽ ഫിൽറ്റർ കാര്യങ്ങൾ നേരത്തെ അഴിച്ച് നമ്മൾ നോക്കിയത്. കാര്യം ഇത്ര വർഷമായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ദൂരെ നിന്നാണ് വന്നത്. ഏകദേശം 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്നാ പറയുക ഒന്ന് ചെക്ക് ചെയ്യുന്നത്. കാര്യം ഇനി പോയിട്ട് പിന്നെ തിരിച്ചു വരിക പ്രയാസകരമാണ്. ഇപ്പോൾ വണ്ടിയുടെ ഉള്ളുവശമായാലും നമുക്ക് നോക്കാം. ബാക്കി പാമ്പോ പഴുതാരിയോ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക എന്നുള്ളതാണ്. ലൈലാൻഡ് വണ്ടിയുടെ ഉള്ളിലാണ് നമ്മളുള്ളത്. നമുക്കും വയറും മിസ്സിങ് കാര്യം ഇത്ര ദൂരം വന്നിട്ട് നമ്മളിത് സ്റ്റാർട്ടായിട്ടില്ലെങ്കിലും വന്നപാടെ വയറിങ് മിസ്സായതുകൊണ്ട് കുറച്ച് ടെൻഷനായി പോയി. എന്നാലും നമ്മൾ തന്നെ ഇത്ര ദൂരം പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഒന്നാമത് എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തു. അങ്ങനെയാണ് ലിഫ്റ്റ് പമ്പ് ക്ലീൻ ആക്കി ഇട്ടു ഓൾറെഡി. പിന്നെ ഇപ്പം ഡയറക്റ്റ് ഡീസൽ ഫിൽറ്റർ ഊരിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടാക്കാൻ നോക്കുന്നത്. ഫുൾ വെള്ളമാണ്. അന്നേരം ഡയറക്റ്റ് നമുക്ക് ക്യാനിൽ കൊടുത്തിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കാം. ഇതിപ്പോ നമുക്ക് ഇത് 6 സിലിണ്ടർ എഞ്ചിനാണ്. അതിന്റെ ഇഞ്ചക്ടർ കാര്യങ്ങളാണ് ഈ വരുന്നത്. ഇഞ്ചക്ടർ കാര്യങ്ങളാണ് ഇത് വരുന്നത്. ടർബോ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത്. അതുപോലെ ഡൈനാമോ പമ്പ് കാര്യങ്ങളെല്ലാം ഈ സൈഡില് എല്ലാം കാണുമ്പോൾ ഉള്ളുവശം എന്താ പറയാ ഇത്ര വർഷത്തിന്റെ ഒരു ഇത് കാണുന്നില്ല. പക്ഷെ ബോഡി കംപ്ലീറ്റ് പോയി. ബോഡി എല്ലാ സാധനങ്ങളും പോയി. വണ്ടിയുടെ ഉള്ളുവശം ഇപ്പൊ നോക്കുവാണെങ്കിൽ തന്നെ ഉള്ളില് നോക്കണം. കാര്യം ആ വയറ് കിട്ടിയ അല്ല രാജവമ്പാലം വല്ലതും ഉണ്ടോന്നാണ് മെയിൻ പ്രശ്നം. ഇത്ര വർഷമായതുകൊണ്ട് വയറ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് പണി പടപട തുടങ്ങുമായിരുന്നു. വയറ പോയതാണ് ഇപ്പോഴത്തെ മെയിൻ വിഷയം. ദൈവമേ, ആ വയറെന്ന് കാണിച്ചു തന്നെ. ദൈവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. വേണ്ട, താക്കോലി പൂട്ടിയേക്കുന്ന. അന്നേരം എഞ്ചിന്റെ സൈഡ് ഇതാണ്. നമുക്ക് ഇനി ഇതിന്റെ പുറകുവശം കൂടി നോക്കാം. ഇപ്പം വയറെടുക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ടൈമുള്ളതുകൊണ്ട് പുറകുവശം നോക്കാം. ഇപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ജനറൽ നോക്കേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അന്നേരം നമ്മള് എന്നാ പറയാ ഈ ലോറിയുടെ ഓണറുടെ അടുത്താണുള്ളത്.
അന്നേരം ഇത് എത്ര മോഡൽ വണ്ടി? ഇത് 2005 മോഡൽ വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ 10 വർഷത്തിന് കഴിഞ്ഞ് നിർത്തിയിട്ടേക്കുമായിരുന്നു. ചെറിയൊരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിർത്തി വെച്ച് പോയതാണ്. ഓക്കെ ഓക്കെ. അന്നേരം കാരണം എന്തെങ്കിലും വണ്ടി നമുക്ക് ഏതായാലും കിട്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി. അന്നേരം ക്രിസ്റ്റി എന്നാ പറയുന്നത് നമ്മുടെ സോണി ചേട്ടന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അങ്ങനെയാണ് സോണി ചേട്ടൻ നമുക്ക് വേണ്ടി പോകുന്ന വഴിക്കുള്ള എല്ലാ വണ്ടിയുടെ ഫോട്ടോ വിടാറുള്ള ആളാണ്. അങ്ങനെ ഒരു ഫോട്ടോ വിട്ടപ്പം വന്നതാണ്. ഏതായാലും സ്റ്റാർട്ടായിട്ടില്ല. നമുക്ക് സ്റ്റാർട്ടാക്കിയിട്ടേ ബാക്കി ഇത് വീഡിയോ വരുമോന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അന്നേരം ക്രിസ്റ്റിയോട് ഒരു താങ്ക്സ് പറയുന്നു സ്റ്റാർട്ടാക്കാൻ തന്നതിന്. ചിലവരൊന്നും തരൂല, ഇതുപോലെ കിടന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ തരൂല. അന്നേരം തന്നതിന് താങ്ക്സ് പറയുന്നു. അന്നേരം നമുക്ക് ബാക്കി പണിയിലേക്ക് നോക്കാം. ആദ്യം റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാം. ബാക്കി നമുക്ക് എൻജിൻ ഓയിലിന്റെ ലെവൽ നോക്കണം. ഓയിൽ ഏകദേശം ഓക്കെയാണ്. ഓയിൽ ലെവൽ ഓക്കെയാണ്. അന്നേരം നമ്മൾ ഇപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ബാറ്ററി കൊടുത്തു, ബാറ്ററിയുടെ വയറും കാര്യം ഓക്കെ ആയി. എൻജിൻ ഓയിൽ നോക്കി, വെള്ളം ഓക്കെയാണ്. വെള്ളം ഒഴിച്ചു. വെള്ളം കുറച്ച് ലീക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫുൾ ഫില്ലപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒഴിച്ചതേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ ഡയറക്റ്റ് കൊടുത്ത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി കീ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ കൊടുത്ത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി അത് പ്രതാപട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ജസ്റ്റ് നമുക്ക് ഇനിയും ബാക്കി ജസ്റ്റ് ഒന്ന് സെൽഫ് അടിച്ച് നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര വർഷമായതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റാർട്ടാവുമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അന്നേരം നേരത്തെ പറഞ്ഞ പോലെ ടർബോ ആയിക്കോട്ടെ, ഇപ്പോൾ സ്റ്റാർട്ടർ ആയിക്കോട്ടെ, സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പരിപാടി ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ എന്ത് കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇത് കയറ്റിയിട്ടെന്നുള്ള ഒരു വ്യക്തത നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സെൽഫ് അടിച്ച് നോക്കിയാൽ മാത്രമേ ഇതറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതായാലും നമുക്കിനി നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ 10 വർഷത്തെ എഫക്റ്റ് ഉണ്ട്. അതായത് കറണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ വരാമെന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ ഇലക്ട്രീഷ്യൻ കൂട്ടുകാരൻ ചങ്ക് ബ്രോ വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര മേർക്കേണ്ട വന്നത്. പറ്റിക്കുക മാത്രമല്ല, പുള്ളി ഫോണും സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിക്കളഞ്ഞു. അതാണ് ഏറ്റവും, ബാറ്ററി തന്നില്ല, ഒന്നും തന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രശ്നം വന്നത്. സാരമില്ല, പുള്ളിയുടെ വണ്ടി എൻ്റെ ഷോപ്പിൽ പണിക്ക് വെച്ചിട്ടുണ്ട്. പുള്ളിയെ ഞാൻ വെള്ളം കുടിച്ചിട്ടേ വിടിപ്പിക്കുകയുള്ളൂ, അതുകൊണ്ട് വിഷയമില്ല. എന്നാലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതിലോട്ട് കിടക്കുകയാണ്. പ്രതാപട്ടൻ അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ സ്റ്റാർട്ടർ ഡയറക്റ്റ് കൊടുത്തിട്ട് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയാണ്. കൈ നോക്കണേ കേട്ടോ. അന്നേരം വണ്ടി സ്റ്റാർട്ടായി. നിൽക്കാത്ത വർഷം എന്ന് പറഞ്ഞാൽ എണ്ണ കുറവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളമായിരുന്നല്ലോ, നമ്മൾ നേരത്തെ കണ്ടില്ല. അതിൻ്റെ നാറ്റമെന്ന് പറഞ്ഞാൽ ഇനി ചോറുണ്ടാൻ പോകണമെങ്കിൽ കുളിച്ചിട്ട് വേണം പോകാൻ വേണ്ടി, അതുപോലെ നാറ്റമാണ് ഇത്ര വർഷത്തെ ഇതായതുകൊണ്ട് തന്നെ. അന്നേരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏതായാലും ഇത്രയും ചെയ്തല്ല, എന്നാലും നമുക്ക് ഇതൊന്ന് ഐഡിയലിങ് നിർത്തണമല്ലോ. എന്നാലും നമുക്ക് ഇത് നോക്കാവേ.
എടാ ഒരാൾ ആക്സിലേറ്റർ കൊടുക്കോടാ. ആ അവിടെ കൊടുത്താൽ മതി. പ്രധാന കൈ നോക്കണേ. ഒരു മിനിറ്റ്. ആക്സിലേറ്ററും കൂടി കൊടുത്തിട്ട് നമ്മൾ ഐഡിലിംഗ് ഒന്ന് നോക്കാം. ഓയിൽ കാര്യങ്ങളെല്ലാം ഓക്കെയാണേ. അപ്പം അത് എൻ്റെ കൈ പോടാ. ആ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾ ബാറ്ററിയുടെ വയറും കാര്യങ്ങളെല്ലാം കുറവായതുകൊണ്ടാണ് കുറച്ച് കാണിക്കാൻ വിട്ടുപോയത്. അതായത് ഡീസൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ക്ലീനാക്കി. എന്നിട്ട് ഇപ്പം പമ്പിൻ്റെ ലിഫ്റ്റ് പമ്പും കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഐഡിലിങ് നിർത്തി വയ്ക്കുന്നത്. എന്നാൽ ഈ 10 വർഷമായിട്ട് സ്റ്റാർട്ടാത്ത വണ്ടി കൂളായിട്ട് സ്റ്റാർട്ടായി. നമ്മളിപ്പോൾ എയറോ കാര്യങ്ങളും എടുക്കുന്നതിന് മുമ്പേ കൂളായിട്ട് സ്റ്റാർട്ടായി. അന്നേരം നമ്മൾ 10 വർഷം കൈവച്ചിരിക്കുകയാണ്. അന്നേരം പൂർണ്ണമായിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചത് തീരാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. കാര്യം ഇങ്ങനെ സ്റ്റാർട്ടാക്കിയതുകൊണ്ട് തന്നെ ടോപ്പ് ലിവറോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണ്ട. ഉള്ള എണ്ണ അങ്ങ് തീരട്ടെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ളത്. ഫിൽറ്ററിൻ്റെ അകത്തുള്ള എണ്ണ അങ്ങ് തീരട്ടെന്ന് വെച്ചിട്ടുള്ളത്. ഏതായാലും വണ്ടി തന്നെ വൃത്തിയായിട്ട് സ്റ്റാർട്ടായി. ഓടിച്ചാട്ടി പറ്റിയ മണ്ടത്തിലെന്ന് പറയുന്നത് കുറേ ദൂരമായതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങനെ നമ്മുടെ ഓടിച്ചേട്ടൻ പറഞ്ഞു വന്ന് നോക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പണി സ്റ്റാർട്ടാക്കേണ്ട രീതിയിലാണ് വന്നത്. അന്നേരം ഈ സാധനങ്ങൾ കുറേ മിസ്സിങ് ആയപ്പോൾ നമുക്ക് സ്റ്റാർട്ടാവുമെന്ന് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതാണ് പറ്റിപ്പോയത് കേട്ടോ. ഏതായാലും സ്റ്റാർട്ടായി. കുറേ പേര് നമ്മുടെ നാട്ടുകാരെല്ലാം നമ്മുടെ അടുത്തുള്ളവരെല്ലാം വന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം സ്റ്റാർട്ടാകുന്ന കാണാൻ വന്നിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ആൾക്കാരാണ്. സോണിച്ചേട്ടോ നമ്മുടെ ഇന്നത്തെ ക്യാമറമാനാണ്, സ്പെഷ്യൽ ക്യാമറമാനാണ് സോണിച്ചേട്ടൻ. ഇത്രയും വലിയ തിരക്കിനിടെ എറണാകുളത്ത് നിന്ന് വന്ന ഒരുപാട് നന്ദി. അതുപോലെ വണ്ടി തന്ന ആൾക്കും നന്ദി. എല്ലാവർക്കും നന്ദി. ഓക്കെ, ഇനി ഇതുപോലത്തെ വണ്ടികളുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുകയും ചെയ്യാം. സോണിച്ചേട്ടാ ഒരു ഹായ് പറയാം എല്ലാവരും. നമ്മുടെ സോണിച്ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവർക്കും അറിയാം. സോണിച്ചേട്ടൻ അന്നേരം നമ്മളിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ഇപ്പം നമ്മൾ ഇത്ര പേരാണ് വന്നേക്കുന്നത്. സോണിച്ചേട്ടനും പുറയിലുണ്ട്. അന്നേരം നമുക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വന്ന് നോക്കിയില്ല. ഇത്ര ദൂരം ആയതുകൊണ്ട് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് പോയിട്ട് സാധനം എടുക്കാൻ വേണ്ടി പിന്നെയും പോയി. വയറ് അങ്ങനത്തെ ഷോട്ട് ഉണ്ടായിരുന്നു, സാധനം എടുക്കാൻ വേണ്ടി പോയി. അതുകൊണ്ടാണ് താമസിച്ചത്. എന്ത് പറഞ്ഞാലും ലൈലാൻഡിൻ്റെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഓവർ കാര്യമായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടായി. അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ ഇപ്പോഴും ഇത്ര നല്ലൊരു ചെറുപ്പം പോലെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ എൻജിനും കാര്യങ്ങളും എല്ലാം. അന്നേരം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കോഡ് സ്റ്റാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്ന് നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ടാക്കുമ്പം നമ്മുടെ അടുത്ത് ഈ വണ്ടി സ്റ്റാർട്ടാകുന്ന വന്ന ഓണർക്കും ഇത്ര അവരുടെ കൂട്ടുകാരുമുണ്ട്. അവർക്കും നന്ദി അറിയിച്ചുകൊണ്ടിരിക്കും. തോണിച്ചേട്ടാ ഒന്ന് പിടിക്കേ പറയുമ്പോൾ